ഞാനിപ്പോൾ മരിച്ച അനന്തുവിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള അവരുടെ ബന്ധുവിൻ്റെ ഒരു വീട്ടിലാണുള്ളത്. ഇവിടേക്ക് ഈ വീട്ടിൽ വരാനുണ്ടായ ഒരു സാഹചര്യം, അനന്തുവിൻ്റെ കൂടെ ആ സമയത്ത് കൂടെ പോയിരുന്ന ഒരാൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരുടെ തന്നെ ബന്ധുവാണ്, കസിനാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു വിശദീകരണം അദ്ദേഹം പറയുകയും ചെയ്യും. ഇന്നലെ ഒരുമിച്ചായിരുന്നു പോയതല്ലേ? അതെ അതെ, ഒരുമിച്ചാണ് പോയിരുന്നത്. ഏകദേശം 8 മണി ആയിട്ടുണ്ടാവും. ഞങ്ങൾ സാധാ പോണ സമയത്ത് തന്നെ ഞങ്ങൾ പോയിരുന്നത്. ഞങ്ങൾ മീൻ പിടിച്ച് പോരുമ്പോഴാണ് ഫസ്റ്റ് ജിത്തുവിന് ഷോക്ക് ഏൽക്കുന്നത്. ഓനപ്പം തന്നെ ആ കമ്പിമ്മ കൂടെ തന്നെ വീണത്. അതിൻ്റെ ഒപ്പം തന്നെ ഏതു ഉണ്ടായിരുന്നു. ഏതു ഇങ്ങോട്ട് വെള്ളത്തിൽ തന്നെ വീണു. എന്നാൽ ഏതുവിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ടാമത് ജിത്തുവിനെ രക്ഷപ്പെടുത്താൻ പോകുമ്പോഴാണ് ഷാനുവിന് ഷോക്ക് ഏൽക്കുന്നത്. ഫുട്ബോൾ കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ തോട്ടിലേക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയത്? അതെ അതെ, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സ്ഥിരമായിട്ട് പോകുന്ന ഏരിയയാണ്. അവിടെ ഈ വൈദ്യുതി കമ്പി നേരത്തെ ഉണ്ടോ? ഇല്ല, ആദ്യം ഉണ്ടായിരുന്നില്ല. ഇത് ആ പന്നിക്ക് പിടിക്കാൻ വേണ്ടി വെച്ച കെണിയാണത്. നമ്മളത് ശ്രദ്ധിക്കില്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് പോണതല്ലേ. കാല് തട്ടാണോ ചെയ്തത്? കാലട്ടി ടൈം വീണു. ജിത്തുവിന് മാത്രമാണ് ആ സമയത്ത് ഷോക്ക് അടിച്ചത്? ജിത്തുവിനും ഏതുവിനും ഒരു രണ്ടാൾക്കാരാണ് ആ വെള്ളത്തിൽ കിടന്നത്. അപ്പോൾ അതിൽ പിന്നെ ഏതുവിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ജിത്തുവിന് അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല. ഓനെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ ഷോക്ക് അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ ഫീസ് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഷാനു രക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ കുടുംബക്കാരുണ്ടായിരുന്നു, ഞങ്ങളെ ഏതുവിൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു, മേമൻ്റെ കുട്ടി. ഓനാണ് ഷാനുവിനെ കുറച്ച് വലിച്ചിങ്ങോട്ട് കരയ്ക്ക് ആക്കിയത്. അതുകൊണ്ട് ഷാനു രക്ഷപ്പെട്ടു. ജിത്തുവിനാണ് തീരെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയാഞ്ഞത്. മനീഷ് എന്നാണ് ഇപ്പോൾ സംസാരിച്ച ആളുടെ പേര്. മരിച്ച അനന്തുവിൻ്റെ കസിനാണ്, ബന്ധുവാണ്.